കാണാം മാം. Okay. നമ്മുടെ ഡിസാസ്റ്റർ റെസ്പോൺസ് കോഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ ആര്യ. ഇതിന് വേറൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ അത് ലേറ്റ് ആയത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോഡ് റെഡ് പറഞ്ഞു അല്ലേ? കോഡ് റെഡ് എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? കോഡ് റെഡ് ഫയർ, smoke, or odor of something burning. Okay. Yes. Next, code pink ആണ്. Code pink. Code pink is activated when an infant or child is confirmed missing from the NICU, labor room, ward, or from the pediatrics floor. എന്താണ് കോഡ് പിങ്ക് സൂചിപ്പിക്കുന്നത്? ഇൻഫാന്റ് അല്ലെങ്കിൽ ചൈൽഡ് മിസ്സിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഡ് പിങ്ക് യൂസ് ചെയ്യുന്നത് അല്ലെ? പ്രത്യേകിച്ച് എവിടെ നിന്നൊക്കെയാണ്? NICU നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്നോ അല്ലെങ്കിൽ ലേബർ റൂമിൽ നിന്നോ വാർഡിൽ നിന്നോ പീഡിയാട്രിക് ഫ്ലോറിൽ നിന്നോ ഒരു കുഞ്ഞ് മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ പുറപ്പെടുവിക്കുന്ന റെസ്പോൺസ് കോഡാണ് എന്ത്? കോഡ് പിങ്ക്. ഓക്കെ. യെസ്. Upon learning of an infant or child missing, notify the security supervisor 1745 immediately. ഒരു കുഞ്ഞ് മിസ്സായെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? സെക്യൂരിറ്റി സൂപ്പർവൈസറെ നമ്മൾ ഇൻഫോം ചെയ്യണം അല്ലെ? ഇൻഫോം ചെയ്യേണ്ട നമ്പർ എത്രയാണ്? 1745 എന്ന നമ്പറിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ വിവരം അറിയിക്കുക. Then secure the immediate area. If possible, allow no one to enter or exit until the arrival of security staff. നമ്മൾ ഇൻഫോം ചെയ്തതിന് ശേഷം ആരെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആരെയും അകത്തു നിന്ന് പുറത്തേക്ക് പോകാനോ പുറത്തുനിന്ന് ആരെയും അകത്തേക്ക് കയറ്റാനോ നമ്മൾ പാടുള്ളതല്ല. പ്രത്യേകിച്ച് ഒരു സെക്യൂരിറ്റി സ്റ്റാഫ് എത്തുന്നത് വരെ നമ്മൾ അത് കൺട്രോൾ ചെയ്യേണ്ടതാണ്. ഓക്കെ. ബാക്കിയുള്ള സ്റ്റാഫുകൾ അത് ഈ കോഡ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആരെയും പുറത്തേക്ക് വിടാനായിട്ട് പാടുള്ളതല്ല. നിർബന്ധമായിട്ടും അവരെ നമ്മൾ എന്ത് ചെയ്യണം? തടഞ്ഞു വെക്കേണ്ടതാണ്. ഓക്കെ. Then check stairways, luggages, waiting rooms, and restroom if the spill is restrooms. Okay. ഇവിടെ എന്താ പറയുന്നത്? ഇനി നമ്മൾ സെക്യൂരിറ്റി സ്റ്റാഫ് വന്നതിന് ശേഷം എത്രയും പെട്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കുറച്ച് ഭാഗങ്ങളാണ്. എന്തൊക്കെയാണ്? സ്റ്റെയർവേസ്, ലഗേജസ്, അതേപോലെ തന്നെ എന്താണ്? വെയിറ്റിംഗ് റൂം, റെസ്റ്റ് റൂംസ്. ഇവിടെ എല്ലാം നമ്മൾ കൃത്യമായിട്ടൊരു ചെക്കിങ് ചെയ്യണം. ഓക്കെ. ഇവിടെയൊക്കെയാണ് കുഞ്ഞിനെ ഒളിപ്പിച്ചിരിക്കുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ. അതിനുശേഷം question anyone carry a large duffel bag, packages, and trying to conceal an object under their clothing. ഇനി നമ്മള് സംശയാസ്പദമായിട്ട് കാണുന്ന എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരെയും നമ്മൾ ചെക്ക് ചെയ്യണം. പ്രത്യേകിച്ച് എങ്ങനെയുള്ള ആൾക്കാരെ? ഡഫൽ ബാഗ്. നമ്മൾ ലാർജ് ആയിട്ടുള്ള ഡഫൽ ബാഗ് കണ്ടിട്ടില്ല? ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള ബാഗ് കണ്ടിട്ടുണ്ടോ? കുട്ടികളെ നമ്മുടെ കുഞ്ഞു കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ബാഗുകള് കാണിച്ചു തരാം കേട്ടോ. ഡഫൽ ബാഗ്. കാണാമോ? കാണുന്നുണ്ടോ? ഓക്കെ. നമ്മളിത് കണ്ടിട്ടില്ലേ? സിനിമയിലൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും അല്ലെ? ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ബാഗിലേക്ക് എന്താണ്? കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനായിട്ട് എളുപ്പമാണ് അല്ലെ? അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കേജസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പൊതിഞ്ഞു കൊണ്ടുപോകെ, അല്ലെങ്കിൽ എന്താണ് ചിലവര് ഇപ്പൊ ക്ലോത്തിന്റെ അടിയിൽ അല്ലെ, ഡ്രസ്സിന്റെ അടിയിൽ കുഞ്ഞിനെ മറിച്ചു കൊണ്ടുപോകാറുണ്ട് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ അല്ലെ?
അങ്ങനെയൊക്കെ പോകുന്നത് കാണുകയാണെങ്കിൽ എന്താണ് അങ്ങനെയുള്ള പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക, അവരെ പുറത്തേക്ക് വിടാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. ഓക്കെ. In the event that some is observed that fits into the above category, call security and do not lose sight of that person. അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവരെ പുറത്തേക്ക് വിടാതിരിക്കാനുള്ള എല്ലാത്തരം നടപടികൾ എടുത്തതിന് ശേഷം എന്താണ് ആളെ നമ്മൾ ഒരിക്കലും പുറത്തേക്ക് അല്ലെ ഹോസ്പിറ്റലിന് പുറത്തേക്ക് കിടക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതെ ആളെ നമ്മൾ തടഞ്ഞു നിർത്തേണ്ടതാണ്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? If that suspected person attempt to leave the building prior to arrival of security officers, ഇനി ഒരു സെക്യൂരിറ്റി ഓഫീസേഴ്സ് അല്ലെങ്കിൽ മറ്റ് അനർഹ്യ ഓഫീസേഴ്സ് എല്ലാവരും എത്തിച്ചേരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇയാള് പുറത്തേക്ക് കിടക്കാനുള്ള ഒരു അറ്റംപ്റ്റ് അല്ലെ, പെട്ടെന്ന് എന്താണ് നമ്മളെയൊക്കെ തള്ളി മാറ്റി പുറത്തേക്ക് കിടക്കാനായിട്ടുള്ള അറ്റംപ്റ്റ് കാണിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ അയാളെ പിന്തുടർന്ന് കൊണ്ട് മുന്നോട്ട് പോവുക. Then do attempt to stall the person in any ways possible. If the person does get into a vehicle, get a good description of the vehicle and vehicle number and notify security. In case അയാൾ എന്താണ് ആ ബിൽഡിങ്ങിനൊക്കെ മുകളിലൊക്കെ കയറി ചാടി പുറത്തേക്ക് രക്ഷപ്പെട്ട് ഒരു വാഹനത്തിൽ കയറി പോവുകയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടത്? അത് ഏത് വാഹനമാണ്, ഏത് ഡയറക്ഷൻസിലേക്കാണ് പോയത്, വണ്ടിയുടെ നമ്പർ, ഏത് കളറാണ്, ഏത് ടൈപ്പ് വണ്ടിയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മള് വെഹിക്കിൾ നമ്പർ അടക്കം നമ്മളത് നോട്ടിഫൈ ചെയ്യാം. ഓക്കെ. ഞാൻ എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പോലീസിനെ അത് അറിയിക്കേണ്ടതാണ്. ഓക്കെ. യെസ്. അപ്പൊ കോഡ് പിങ്ക് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ചൈൽഡ് മിസ്സിംഗ് ആണ് അല്ലെങ്കിൽ ഇൻഫാന്റ് മിസ്സിംഗ് ആണ്. എവിടെ നിന്നാണ് മിസ്സാവുന്നത്? NICU നിന്നോ അല്ലെങ്കിൽ ലേബർ റൂം, വാർഡ് അല്ലെങ്കിൽ പീഡിയാട്രിക് ഫ്ലോറിൽ നിന്നോ. ഓക്കെ. അങ്ങനെ മിസ്സിംഗ് ആയ ബേബി അല്ലെ, മിസ്സിംഗ് ആയതിനു ശേഷം നമ്മൾ എത്രയും പെട്ടെന്ന് സെക്യൂരിറ്റി ഓഫീസറിന് 1745 എന്ന നമ്പറിൽ ഇൻഫോം ചെയ്യുക. അദ്ദേഹം എത്തുന്നത് വരെ എന്താണ് നമ്മള് അദ്ദേഹം എത്തിയതിനു ശേഷം ഹോസ്പിറ്റലിനകത്തുള്ള സ്റ്റെയർ വേസുകള്, വെയിറ്റിംഗ് റൂംസുകള്, ലഗേജസ്, ഇതെല്ലാം റെസ്റ്റ് റൂംസ് എല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാം. അതിനുശേഷം കാണുന്ന എല്ലാവരും നമ്മൾ കൃത്യമായിട്ട് ചോദ്യം ചെയ്യുക. ഇനി ഇൻ കേസ് ആരെങ്കിലും ബാഗിലോ അല്ലെങ്കിൽ ലഗേജസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റുകളെല്ലാം മറച്ചിട്ട് കൊണ്ടുപോകുന്ന കാണുകയാണെങ്കിൽ നമ്മൾ അത്രയും അങ്ങനെയുള്ള ആൾക്കാരെ പ്രത്യേകം ഒന്നാമത് ശ്രദ്ധിക്കുകയും അവരെ തടഞ്ഞു നിർത്തുകയും ചെയ്യുക. പിന്നെ ഇനി ആ ഒരു പേഴ്സൺ എന്താണ് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ മറ്റൊരു വാഹനത്തിൽ കയറി പോവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? വാഹനത്തിന്റെ നമ്പർ, അതിന്റെ കളറ് അല്ലെങ്കിൽ ഏത് ഡയറക്ഷൻസിലേക്കാണ് അയാൾ പോയത് എന്നുള്ള കൃത്യമായ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്തത് പോലീസിനെ അറിയിക്കും. ഓക്കെ. അതാണ് കോഡ് പിങ്ക് എന്ന് പറയുന്നത്. കോഡ് പിങ്ക് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ചൈൽഡ് മിസ്സിംഗ് ആണ്. ഓക്കെ. ഓക്കെ ആണോ കോഡ് പിങ്ക്? യെസ്. ഇനി കോഡ് ഓറഞ്ച് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കോഡ് ഓറഞ്ച് ഹസാർഡസ് മെറ്റീരിയൽസ് ആണ് അല്ലെ. ഹസാർഡസ് മെറ്റീരിയൽസ് ഫില്ലാണ് such as chemical spill, mercury spill, gas leak, hazardous drug spill. അപ്പോ എല്ലാത്തരം അപകടകരമായിട്ടുള്ള മെറ്റീരിയൽസും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെ. ഓക്കെ. കെമിക്കൽ ഉണ്ട്, മെർക്കുറി ഉണ്ട്, മറ്റ് ഗ്യാസ് ലീക്ക്, ഹസാർഡസ് ഡ്രഗ് സ്പില്ല് വരെ ഇതിൽ ഉൾപ്പെടാം. Hazardous material spills require immediate attention to prevent contamination of the environment. ഇത്തരത്തിലൊരു സ്പില്ലേജ് ഉണ്ടായി കഴിഞ്ഞാൽ, ഇത്തരം ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് എന്താണ് ആ ഒരു പ്ലേസ് കണ്ടാമിനേറ്റഡ് ആവുന്നല്ലേ, അത് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി വരുന്നത്. If the spill is in your work area, remove the people patients from the area immediately. ഇനി നമ്മൾ ചെയ്യുന്ന വർക്ക് ഏരിയയിലാണ് ഈ ഒരു സ്പില്ലേജ് ഉണ്ടായെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് അവിടെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യല്ലേ, അവരവിടെ നിന്ന് നീക്കം ചെയ്യുക. അത് മാത്രമല്ല കോൾ ദ ഓപ്പറേറ്റർ ടു ഇനീഷ്യേറ്റ് ദ കോഡ് ഓറഞ്ച്. അതിനുശേഷം എല്ലാവരും റിമൂവ് ചെയ്തതിനു ശേഷം എന്താണ് നമ്മൾ ഓപ്പറേറ്ററിനെ വിളിച്ചതിന് ശേഷം കോഡ് ഓറഞ്ച് പുറപ്പെടുവിക്കുക. ഓക്കെ. യെസ്. Then alert others in the area. ഇനി മറ്റുള്ളവരെല്ലാവരും എന്താണ് അതർ ഏരിയാസിൽ എല്ലാവർക്കും അലേർട്ട് ഓപ്ഷൻ പോകണം അല്ലെ. ഈ ഒരു കോഡ് ഓറഞ്ച് എന്നൊരു അലേർട്ട് ഓപ്ഷൻ കൊടുക്കുക. Confine the spill if possible to do it safely. ഒരു മിനിറ്റ്, നിങ്ങളതൊന്ന് വായിക്കണേ.
Okay. Alert other areas, confine the spill, possibility to sit safely, cordon off the area and post warning signs. Do not കോട്ടിടാൻ പോയതല്ലോ, കോട്ടിടാൻ മറന്നുപോയതാണ്. കയ്യിലുണ്ടായിരുന്നു, വെച്ചില്ല, പിന്നെയാണ് ഓർത്തത്. Do not attempt to clean up any spill without appropriate PPE. Use an appropriate spill kit after cleanup. Dispose of all PPE and spill material as hazardous waste. Okay. ഇനി നമ്മൾ എല്ലാ ഏരിയാസിലേക്ക് എന്താണ് അലർട്ടേഷൻ കൊടുക്കുക. ഇനി സ്പിൽ എന്താണ് കൃത്യമായിട്ട് അത് പോസിബിൾ ആണോ എന്ന് നോക്കുക അല്ലെ. എല്ലാവരെയും മാറ്റി നീക്കം ചെയ്തതിനു ശേഷം വളരെ സേഫ് ആയിട്ട് അവരെ നമ്മൾ ആ സ്പില്ല് ഏത് മെറ്റീരിയൽ ആണോ ആ സ്പില്ല് നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ അത് നീക്കം ചെയ്യുക. എന്തെങ്കിലും തരത്തിൽ ദുർഗന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അവിടെ വാർണിംഗ് സൈൻസുകൾ വെക്കുക. അതായത് ആൾക്കാർ അതിലേക്ക് പ്രവേശിക്കാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഏരിയയില് വാർണിംഗ് സൈൻസ്, അതായത് സ്ട്രിക്റ്റ് ആക്കി നമ്മൾ എന്താണ് ആ പ്രദേശത്തേക്ക് ആരെയും തന്നെ കടത്തിവിടരുത്. Then do not attempt to clean up any spill without appropriate PPE. എന്താണ് നമ്മൾ ഒരു സ്പില്ല് എടുക്കുന്ന സമയത്ത് നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് ഉപയോഗിക്കാതെ അതൊന്നും ധരിക്കാതെ ഒരു സ്പില്ലും നമ്മൾ എടുക്കാനായിട്ട് പാടില്ല. കാരണം എന്താണ് നമ്മൾ ഇൻഫെക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനാൽ തന്നെ എന്താണ് PPE വെയർ ചെയ്തതിന് മാത്രമായിരിക്കണം നമ്മൾ ആ സ്പില്ല് ക്ലീൻ ചെയ്യാനായിട്ട് ചെല്ലേണ്ടത്. Then ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സ്പിൽ കിറ്റ് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ. ദെൻ ആഫ്റ്റർ ക്ലീനപ്പ് ഈ സ്പില്ലുകളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഡിസ്പോസ് ഓൾ PPE ആൻഡ് സ്പിൽ, എല്ലാ PPE നമ്മൾ വെയർ ചെയ്തിരുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ്സുകളും എല്ലാ സ്പിൽസും നമ്മൾ എവിടേക്കാണ് മാറ്റേണ്ടത്, ഹസാർഡസ് വേസ്റ്റ് മെറ്റീരിയൽസ് ഡിസ്പോസ് ചെയ്യുന്നതിലേക്ക് മാത്രമായിരിക്കണം നമ്മൾ അത് നീക്കം ചെയ്യേണ്ടത്. ഓക്കെ, ഒന്നുകൂടി പറയാം. അതായത് നമ്മുടെ സ്പില്ലേജുള്ള അല്ലെങ്കിൽ ഏത് ഹസാർഡസ് മെറ്റീരിയലിന്റെ സ്പില്ലാണോ ഉണ്ടായത് ആ ഏരിയ പെട്ടെന്ന് തന്നെ നമ്മൾ എന്താണ് കൃത്യമായിട്ട് സേഫ് ആയിട്ട് തന്നെ അത് നീക്കം ചെയ്യുക. പ്രത്യേകമായ ഒരു വാർണിംഗ് സൈൻസ് അവിടെ കൊടുക്കേണ്ടതാണ്. ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വ്യക്തമായിട്ട് കൃത്യമായിട്ട് PPE ധരിച്ചിട്ട് വേണം അത് ക്ലീൻ ചെയ്യാനായിട്ട്. പിന്നെ സ്പില്ല് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് എന്തുപയോഗിക്കണം, സ്പിൽ കിറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ അത് ക്ലീൻ ചെയ്യേണ്ടത്. ക്ലീൻ ചെയ്തതിനു ശേഷം നമ്മൾ ഉപയോഗിച്ച PPEയും അല്ലെങ്കിൽ എല്ലാ മെറ്റീരിയൽസും നമ്മൾ കൃത്യമായിട്ട് ഹസാർഡസ് മെറ്റീരിയൽസ് കളയുന്ന വേസ്റ്റ് ബാഗിലേക്ക് ആയിരിക്കണം നീക്കം ചെയ്യേണ്ടത്. ഓക്കെ. അതിനുശേഷം അക്കൗണ്ട് ഫോർ ഓൾ പീപ്പിൾ ഇൻ ദ ഏരിയ ഡ്യൂറിംഗ് ദ ക്ലീൻ അപ്പ് പ്രൊസീജിയർ. ഇഫ് ദ സ്കിൻ ഈസ് കണ്ടാമിനേറ്റഡ്, വാഷ് ദ ഏരിയ വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ ഫോർ അറ്റ്ലീസ്റ്റ് 5 minutes or shower thoroughly. പിന്നെന്താണ്, യെസ്, അതായത് എല്ലാ ക്ലീനിങ് സെക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം, ക്ലീനിങ് പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് നമ്മുടെ സ്കിൻ എന്തായാലും കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പൊ കൃത്യമായിട്ട് നമ്മളൊരു സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് അറ്റ്ലീസ്റ്റ് 5 minutes എങ്കിലും എന്താണ് നന്നായിട്ട് കൈകൾ വൃത്തിയാക്കേണ്ടതാണ്. ഓക്കെ. അതിനുശേഷം ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നോട്ടിഫൈ ICN. ICN എന്ന് പറയുന്നത് ആരാണ്? ICN ആരാണ്? ICN ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് ആണ് കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് നോട്ട് ചെയ്യാം കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്. ഓക്കെ. ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സസിന്റെ നമ്മൾ വിവരം അറിയിക്കുക. ദെൻ notify ICN and nursing supervisor. CMO if one accidental exposure occur, seek medical help immediately. പിന്നെ എന്താണ് നമ്മുടെ CMOനെ കൃത്യമായിട്ട് ഈ എക്സ്പോഷറിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ CMOനെ അറിയിക്കുക. അതുമായി ബാക്കി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ ഹെൽപ്സുകളും ബാക്കി ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടതും ആരാണ്? CMOന്റെ ഡ്യൂട്ടീസിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഓക്കെ. നിങ്ങൾ ഇതിൽ പ്രത്യേകമായിട്ട് പഠിക്കേണ്ടത് കോഡ് ഓറഞ്ച് എന്തിനെ സൂചിപ്പിക്കുന്നത് മാത്രമാണ് കേട്ടോ. കോഡ് ഓറഞ്ച് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഹസാർഡസ് മെറ്റീരിയൽ സ്പില്ല് അല്ലെങ്കിൽ കെമിക്കൽ സ്പില്ല്, മെർക്കുറി സ്പില്ല്, ഗ്യാസ് ലീക്കേജസ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇത് മൂലം വാരി വലിച്ചൊന്നും പഠിക്കണ്ട. ഓക്കെ, മനസ്സിലായത്? കോഡ് ഓറഞ്ച്.
Then code blue. Code blue നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? Code blue എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? Code blue cardiac arrest അല്ലേ? Yes, cardiac arrest ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ code blue പുറപ്പെടുവിക്കുന്നത്. Cardiac respiratory arrest. Report by dialing emergency operator number 6664. Begin CPR on ACLS protocol. Remove visitors from the area room. Okay. Then, cardiac code blue പുറപ്പെടുവിച്ചതിന് ശേഷം നമ്മൾ എമർജൻസി ഓപ്പറേറ്ററിനെ 6664 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുന്നു. Then ഉടനടി തന്നെ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു? CPR കൊടുക്കുന്നു അല്ലെ? CPR എന്താണ്? കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. Then ACLS എന്താണ്? ACLS, Advanced Cardiac Life Support. Advanced Cardiac Life Support. എഴുതാട്ടോ. Advanced Cardiac Life Support. Okay, എഴുതിയോ? Advanced Cardiac Life Support. Okay. അപ്പോൾ ഈ എമർജൻസി ഓപ്പറേറ്ററിനെ നമുക്ക് കോൺടാക്ട് ചെയ്തതിനു ശേഷം ഉടനടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്താ? CPR-ഉം ACLS-ഉം അല്ലെ? ACLS എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോൾസ് അവർ ആരംഭിക്കുകയാണ്. ഓക്കെ. ഉടനടി തന്നെ എന്താണ്? റിമൂവ് വിസിറ്റേഴ്സ് ഫ്രം ദ ഏരിയ ഓർ റൂം. പിന്നെ എത്രയും പെട്ടെന്നാണ് വന്നിരിക്കുന്ന എല്ലാ ബാക്കിയുള്ള വിസിറ്റേഴ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ആ ഏരിയയിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യുന്നു. ഫോളോ കോഡ് ബ്ലൂ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതായത് കോഡ് ബ്ലൂവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രൊസീജിയേഴ്സും അവിടെ ആരംഭിക്കുകയാണ്. ഓക്കെ. Then phlebotomy and ECG services. Then phlebotomy and ECG services. What is phlebotomy? കേട്ടിട്ടുണ്ടോ നിങ്ങൾ phlebotomy എന്ന് പറയുന്നത്? നമ്മുടെ ബ്ലഡ് കളക്ട് ചെയ്യാൻ വരുന്ന ആളുകളെയാണ് നമ്മൾ സ്റ്റാഫുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? phlebotomy എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലഡ്സിന്റെ സാമ്പിൾസ് കളക്ട് ചെയ്യാൻ വരുന്നവരെയാണ് phlebotomy എന്ന് പറയുന്നത്. ഓക്കെ. അതോടൊപ്പം തന്നെ ECG സർവീസസും അവിടെ ആരംഭിക്കുന്നു. അടുത്തത് എന്താണ്? resume normal operations. Only designated team members will respond to the CPR area. ഇനി ബാക്കിയുള്ള നോർമൽ ആയിട്ടുള്ള എല്ലാ റെസ്ക്യൂ ഓപ്പറേഷൻസ് ആരംഭിക്കുകയാണ്. ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള അല്ലെ? ഡെസിഗ്നേറ്റഡ് ഉള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ മെമ്പേഴ്സ് മാത്രമായിരിക്കുള്ളൂ CPR ഏരിയയിൽ കൃത്യമായിട്ട് ഉണ്ടായിരിക്കുക. ഓക്കെ. അപ്പൊ കോഡ് ബ്ലൂ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കാർഡിയക് റെസ്പിറേറ്ററി അറസ്റ്റിനെയാണ് കോഡ് ബ്ലൂ പുറപ്പെടുവിക്കുന്നത്. ഈ കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ആയ സമയത്ത് നമ്മൾ 6664 എന്ന നമ്പറിലാണ് ഓപ്പറേറ്ററെ കോൺടാക്ട് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് CPR ACLS എന്ന പ്രോട്ടോകോൾസ് ആരംഭിക്കുന്നു. ഉടനടി തന്നെ നമ്മൾ അവിടുത്തെ എല്ലാ വിസിറ്റേഴ്സിനെയും റിമൂവ് ചെയ്യാറ്. ഓക്കെ. കോഡ് ബ്ലൂവുമായി ബന്ധപ്പെട്ടിരുന്ന എല്ലാ പോളിസീസും പ്രൊസീജിയേഴ്സും അവിടെ ആരംഭിക്കുന്നു. ഫസ്റ്റ് വൺ, ഫിലബോട്ടമീസിനെ അല്ലെങ്കിൽ നമ്മളെ ECG സർവീസസിന് വേണ്ടിയിട്ടുള്ളവരെയും കൂടി നമ്മൾ ആ ഒരു സമയത്തേക്ക് അങ്ങോട്ട് സെൻഡ് ചെയ്യാണ്. ഓക്കെ. പിന്നെ നോർമൽ ആയിട്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസ് അവിടെ ആരംഭിക്കുന്നു. ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ടീം മെമ്പേഴ്സ് മാത്രമായിരിക്കുള്ളൂ ഈ ഒരു പ്രത്യേകിച്ച് CPR പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് കോഡ് ബ്ലൂവിന്റെ ആ ഒരു ഓപ്പറേഷൻസിൽ പങ്കെടുക്കുന്നുള്ളൂ. ഓക്കെ. കോഡ് ബ്ലൂ ക്ലിയർ ആണോ? ഓക്കെ. Then കോഡ് യെല്ലോ. കോഡ് യെല്ലോ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എക്സ്റ്റേണൽ ഡിസാസ്റ്റർ. എക്സ്റ്റേണൽ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താ? An external disaster.
നമ്മള് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇന്റേണൽ ഡിസാസ്റ്റേഴ്സും എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സ് ഏതാ വരുന്നത്? യെസ്, ട്രെയിൻ ആക്സിഡന്റ്. പിന്നെ എന്തൊക്കെ പഠിച്ച ആക്സിഡന്റ്സ്? ഓക്കെ, യെസ്. അപ്പൊ അത്തരം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ കോഡ് യെല്ലോ മേജർ അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ ഒക്കെ ഉണ്ടാവുന്ന സമയത്താണ് യെല്ലോ മേജർ പുറപ്പെടുവിക്കുന്നത്. An external disaster has occurred in the hospital by receiving patients in excess normal. അല്ലെ, അതായത് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ വലിയ ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ ഒരുപാട് ഓവർലോഡഡ് പേഷ്യൻസ് ആയിരിക്കും അല്ലെ. നോർമൽ കപ്പാസിറ്റിനേക്കാൾ കൂടുതൽ പേഷ്യൻസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും പേരെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അത്തരം സിറ്റുവേഷൻസിലാണ് കോഡ് യെല്ലോ മേജർ പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, locate and follow emergency action plans manual. Upon dawning of an alarm, all departments should activate their department's specific disaster plan as outlined in the hospital. Emergency procedures manuals CMO should report to the emergency operations center. നോക്കാം. ഓക്കെ, അപ്പൊ ഈ കോഡ് പുറപ്പെട്ടതിന് ശേഷം എന്താണ് എമർജൻസി ആക്ഷൻ പ്ലാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാനുവൽസ് ഉണ്ട്. ആ മാനുവൽസ് എല്ലാം തന്നെ എന്താണ് എല്ലാ ഏരിയാസിലേക്കും അത് ആ മാനുവൽ അനുസരിച്ച് ഡിസാസ്റ്റർ മാനുവൽ അനുസരിച്ചിട്ടുള്ള പ്ലാൻസ് ആക്ടിവേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റൽ എമർജൻസി പ്രൊസീജിയേഴ്സ് അവിടെ ആരംഭിക്കുകയാണ്. CMO ചീഫ് മെഡിക്കൽ ഓഫീസർ ആണ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അലൊക്കേറ്റ് ചെയ്ത് അതിന്റെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത്. ലൊക്കേറ്റഡ് ഇൻ ദ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ അവിടെ കോൺടാക്ട് ചെയ്ത നമ്പർ ആണ് 18441 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ CMO ആണ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിലേക്ക് വിവരം അറിയിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ചെക്ക് ഓവർ ഓൾ സ്റ്റാറ്റസ് ഓഫ് ER departments such as facilities, supplies and access, staffing needs. ഇനി ഈ നമുക്കറിയാം ഒരു ആക്സിഡന്റ് സംഭവിച്ച സമയത്ത് ആദ്യം എവിടെയായിരിക്കും പേഷ്യൻസിന്റെ ഓവർഫ്ലോ ഉണ്ടായിരിക്കുന്നത്? എവിടെയായിരിക്കും? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലായിരിക്കും അല്ലെ. അവിടെ എല്ലാത്തരം ഫെസിലിറ്റീസ് ഉണ്ടോ, എല്ലാ സപ്ലൈസസ് ഉണ്ടോ, എല്ലാ കൃത്യമായിട്ടുള്ള സ്റ്റാഫുകൾ അവിടെ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് അവിടെ ചെക്ക് ചെയ്യണം. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ അതെല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം നോട്ടിഫൈ ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ് ഇൻചാർജിനെ നോട്ടിഫൈ ചെയ്യുന്നു. അതെ, അവരെ കോർഡിനേറ്റ് ചെയ്യുന്നു. ഓൾ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്ട്രാ സ്റ്റാഫുകൾ ആവശ്യമായിട്ട് വരുന്നവരെ എല്ലാവരെയും നമ്മൾ മറ്റു ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് എല്ലാവരെയും എന്താണ് എമർജൻസി, അതായത് മറ്റു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റാഫുകളെ അധിക സ്റ്റാഫുകളെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഓക്കെ, നമുക്കറിയാം എന്താണ് നോർമൽ കപ്പാസിറ്റിനേക്കാളും കൂടുതൽ പേഷ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോ അധിക സ്റ്റാഫുകൾ ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. Okay. Then, as designated start arrive, each person with a role in the emergency manual plan will receive a job action sheet. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഓരോരുത്തർക്കും ഒരു ജോബ് കാർഡ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഓരോ ജോബ്സും, അതായത് ഓരോ സ്റ്റാഫുകളും ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട അവരുടെ റോളുകൾ എന്തൊക്കെയാണ്, എമർജൻസി മാനുവൽ പ്ലാനിൽ കൊടുത്തിരിക്കുന്ന റോൾസ് എന്തൊക്കെയാണ്, അതനുസരിച്ചിട്ട് പെർഫോം ചെയ്യാനായിട്ടൊരു ജോബ് ആക്ഷൻ ഷീറ്റ് ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമായിരിക്കും അവരവിടെ പെർഫോം ചെയ്യുന്നത്. ഓൾ അതർ ഓൺ ഡ്യൂട്ടി സ്റ്റാഫ് നോട്ട് അതർവൈസ് അസൈൻ ടു എ പൊസിഷൻ ഷുഡ് റിമെയിൻ ഇൻ ദർ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് മെയിൻറ്റെയിൻ നോർമൽ ഓപ്പറേഷൻസ്. അപ്പോ ER ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ സ്റ്റാഫുകളും എന്താണ് അവിടെ തന്നെയായിരിക്കും തുടരുന്നത്. അവർ മറ്റു ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് പോകുന്നില്ല. അവിടെയുള്ള സ്റ്റാഫുകൾ എങ്ങനെയായിരിക്കും? ആ ഡ്യൂട്ടി സ്റ്റാഫുകൾ അവിടെ തന്നെ ER ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആയിരിക്കും തുടരുന്നത്. അവരുടെ പൊസിഷൻസ് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണോ റെസ്പോൺസിബിലിറ്റീസ് അവർ അവിടെ തന്നെ ആയിരിക്കും അത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇപ്പൊ കോഡ് യെല്ലോ മേജർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കോഡ് യെല്ലോ മേജർ എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്ത് അല്ലെ, എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പുറപ്പെടുവിക്കുന്ന ഒരു കോഡാണ് കോഡ് യെല്ലോ മേജർ. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? നിങ്ങൾക്ക് ക്ലിയർ ആണോ പറഞ്ഞത്? യെസ്, ക്ലിയർ. The last code എന്താണ്? കോഡ് വയലറ്റ്. കോഡ് വയലറ്റ്.
ക്ലാസ് കോഡ് അല്ല, ഒരെണ്ണം കൂടി ഉണ്ട് അല്ലെ, ബ്രൗൺ കൂടി ഉണ്ട്, ഓക്കെ. കോഡ് വയലറ്റ് എന്താണ്? അസിസ്റ്റൻസ് നീഡഡ് വിത്ത് ആൻ ഔട്ട് ഓഫ് കൺട്രോൾഡ് പേഷ്യന്റ് ഇൻഡിവിജ്വൽസ്. നോട്ട് എ കോഡ് വയലറ്റ് ഷുഡ് നോട്ട് ബി ആക്ടിവേറ്റഡ് വേർ എ ഗൺ ഓർ വെപ്പൺ മേ ബി ഇൻവോൾവ്ഡ്. അതായത് നമ്മള് ഈ കോഡ് പുറപ്പെടുവിക്കുന്നത് ഇങ്ങനെയുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടാണ്, ഔട്ട് ഓഫ് കൺട്രോൾഡ് പേഷ്യൻസിനാണ് അല്ലെ. ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യൻസ് പറഞ്ഞ ആരാണ്? നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പേഷ്യൻസ് അല്ലെ, അബ്നോർമൽ ആയിട്ടുള്ളവരാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഡിഫിക്കൽട്ടീസ് ഉള്ള പേഷ്യൻസ് ആവാം. ഓക്കെ, പ്രത്യേകം നമ്മൾ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ ഒരു നോട്ട് പോയിന്റ് എന്ന് പറഞ്ഞ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? കോഡ് വയലറ്റ് നമ്മൾ ഒരിക്കലും പുറപ്പെടുവിക്കാത്ത ഒരു സമയം എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ കയ്യില് ഗണ്ണോ മറ്റെന്തെങ്കിലും വെപ്പൺസോ തോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയുധങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എന്ത് പുറപ്പെടുവിക്കില്ല? കോഡ് വയലറ്റ് ആക്ടിവേറ്റഡ് ആക്കില്ല. ഓക്കെ, മനസ്സിലായോ? അതായത് വ്യക്തിയുടെ കയ്യിൽ ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യന്റ്, നമുക്ക് നിയന്ത്രണ വിധേയമായിട്ട് നിൽക്കുന്ന പേഷ്യന്റിന്റെ കയ്യിൽ എന്തെങ്കിലും തരത്തിൽ തോക്കോ മറ്റ് വെപ്പൺസോ മറ്റായുധങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ കോഡ് ആക്ടിവേറ്റ് ചെയ്യില്ല. ഓക്കെ, യെസ്. ഡയൽ, ഇനി അതൊന്നും ഇല്ലാത്തൊരു പേഷ്യന്റ് ആണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഒരു വ്യക്തി ആണെങ്കിൽ നമ്മൾ ഡയൽ എമർജൻസി നമ്പർ ടു ഇനീഷ്യേറ്റ് കോഡ് വയലറ്റ്. ഇവിടെ എമർജൻസി നമ്പർ കൊടുത്തിട്ടില്ല കേട്ടോ, ഏതാണ് കോഡ് വയലറ്റിന്റെ എന്നുള്ളത് കൊടുത്തിട്ടില്ല. കോഡ് വയലറ്റ് ആൻഡ് റിപ്പോർട്ട് ദ ലൊക്കേഷൻ, എവിടെയാണ് ഈ ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യന്റ് ഉള്ളതെന്ന് കൃത്യമായിട്ട് നമ്മൾ ഈ എമർജൻസി നമ്പറിലേക്ക് വിളിച്ചിട്ട്, അതെന്താന്ന് വെച്ചാൽ ഇത് കൊടുത്തിട്ടില്ലല്ലോ, ഡയൽ എമർജൻസി നമ്പർ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരു എമർജൻസി നമ്പർ ആയിരിക്കും, എല്ലാത്തിലും അത് നമ്പർ കൊടുത്തിട്ടില്ല. അപ്പൊ കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, then report the location, contact security nurse and supervisor immediately. എത്രയും പെട്ടെന്ന് തന്നെ നമ്മള് സെക്യൂരിറ്റി നഴ്സ് സൂപ്പർവൈസറെ ഇമ്മീഡിയറ്റ് ആയിട്ട് വിവരം അറിയിക്കുക. അതിനുശേഷം എന്താണ്? do not attempt to control the out of control individual. നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് അയാളെ നേരിടാനായിട്ട് ശ്രമിക്കരുത്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ തന്നെ അല്ലെ, ഒറ്റയ്ക്ക് നേരിടാൻ പോയാൽ നമ്മൾ എന്തെങ്കിലും തരത്തിൽ അക്രമം ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ആവും അല്ലെ. സെക്യൂരിറ്റി വിൽ പ്രൊവൈഡ് ഇൻസ്ട്രക്ഷൻ, അതായത് സെക്യൂരിറ്റി പറയുന്ന നിർദ്ദേശങ്ങൾ പ്രകാരം മാത്രമായിരിക്കണം നമ്മൾ അവിടെ റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ റെസ്പോണ്ടിങ് ദ പേഴ്സണൽ ഓൺ ദ ടൈപ്പ് ഓഫ് അസിസ്റ്റൻസ് ഇസ് റിക്വയർഡ്. അപ്പോ സെക്യൂരിറ്റി പറയുന്ന രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് മാത്രമായിരിക്കണം നമ്മൾ ആ പേഴ്സണോട് റെസ്പോണ്ട് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ അവരെ ആക്രമിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ അയാളെ കീഴ്പ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റവും നമ്മളുടെ ഭാഗത്ത് ഉണ്ടാകാനായിട്ട് പാടുള്ളതല്ല. Then do not confound the individual with a weapon. ഒരിക്കലും നമ്മൾ എന്താണ് ആയുധം ഉപയോഗിച്ചുകൊണ്ട് ആളെ കീഴ്പ്പെടുത്തരുത്. നമ്മൾ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ആളെ കീഴ്പ്പെടുത്താനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, അപ്പൊ കോഡ് വയലറ്റ് ആരെയാണ് സൂചിപ്പിക്കുന്നത്? ഏത് റെസ്പോൺസ് കോഡാണ്? ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യൻസ് ആണ് അല്ലെ. ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യൻസിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മൾ പുറപ്പെടുവിക്കുന്ന കോഡാണ് കോഡ് വയലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യന്റിന്റെ കയ്യിൽ ഒരു തോക്കോ മറ്റായുധങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കോഡ് ആക്ടിവേറ്റഡ് ആക്കുന്നതല്ല. ഓക്കെ, യെസ്. അതായത് ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ അയാള് കൃത്യമായിട്ട് തിരിച്ചറിയും അല്ലെ. അതിന്റെ ഇൻസ്ട്രക്ഷൻസും മെസ്സേജ് ഒക്കെ പാസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും അദ്ദേഹത്തിന്. അതായത് ഹോസ്പിറ്റൽ സിറ്റുവേഷൻസിൽ അത് എമർജൻസി സിറ്റുവേഷൻ ആണെന്ന് അവർ തിരിച്ചറിഞ്ഞു, താൻ അതിൽ നിന്ന് പിടിക്കപ്പെടുമെന്നുള്ള ഒരു അറിവുണ്ടാവാനുള്ള സാധ്യത. മാത്രമല്ല അയാൾ ഇൻ കേസ് ഇപ്പോ എല്ലാവരും വെടിവെക്കുകയോ അല്ലെങ്കിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് മറ്റാക്രമണ വിധേയമാക്കുകയൊക്കെ ചെയ്താൽ എന്താണ്, അപ്പോഴും നമ്മൾക്ക് തന്നെയാണ് ഹോസ്പിറ്റലിൽ തന്നെയാണ് അതിനുള്ള നഷ്ടം ഉണ്ടാവുന്നത്. കോഡ് വയലറ്റ് ക്ലിയർ ആണോ? ഓക്കെ, ഇനി കോഡ് ബ്രൗൺ. കോഡ് ബ്രൗൺ എന്താണ്? an adult patient missing, lost or abducted from the hospital. ഒരു അഡൽട്ട് ആയിട്ടുള്ള പേഷ്യന്റ് മിസ് ചെയ്യുന്നതിനെയാണ് അല്ലെ, കാണാതാവുന്ന അല്ലെങ്കിൽ ഒളിച്ചോടി പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്ത് പുറപ്പെടുവിക്കുന്നത്? കോഡ് ബ്രൗൺ പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, when a patient is missing from a patient care unit or outpatient clinic and it is suspected that the patient has eloped, been abducted or is lost. അതായത് ഇപ്പൊ പേഷ്യന്റ് കെയർ യൂണിറ്റിന്നോ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിന്നോ എവിടെ നിന്നായിക്കോട്ടെ പേഷ്യന്റ് മിസ് ആവുകയോ, എലപ്റ്റഡ് എന്ന് വെച്ചാൽ ഓടിപ്പോവുക, എലപ്റ്റഡ് മീൻസ് ഓടിപ്പോവുക അല്ലെങ്കിൽ
അബ്ഡക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തട്ടിക്കൊണ്ടു പോവുക. ലോസ്റ്റ് എന്ന് വെച്ചാൽ ആളെ കാണാതെ പോവുക. ഇങ്ങനെയുള്ള ഏതെങ്കിലും സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്? ഒരു യൂണിറ്റ് സെർച്ച് ആണ്. എവിടെ നിന്നാണ് ആള് മിസ്സായിരിക്കുന്നത് ആ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെർച്ച് ചെയ്യണം അല്ലെ? ഇഫ് ദ പേഷ്യന്റ് ഡസ് നോട്ട് റിട്ടേൺ ആസ് ദ ഓപ്പറേറ്റർ ടു ഇനീഷ്യേറ്റ് ദ കോൾ, നമ്മൾ ആദ്യം ഇയാൾ എവിടെ ഉണ്ടോന്ന് ആദ്യം ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കണം ഈ കോഡ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് അല്ലെ? ഓപ്പറേറ്ററെ അറിയിച്ചതിന് ശേഷം ഈ കോഡ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്, കോഡ് ബ്രൗൺ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. ദെൻ അതിനുശേഷം നമ്മൾ സെക്യൂരിറ്റി ഓഫീസറിനെ അല്ലെ, സെക്യൂരിറ്റി പ്രൊവൈഡ് ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ. അപ്പൊ സെക്യൂരിറ്റി ഓഫീസേഴ്സ് നമുക്ക് ഫിസിക്കൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞുതരും ആൾ എങ്ങനെയാണെന്നുള്ളത് അല്ലെ. അതായത് പേഷ്യന്റ് വേറെ ഇരിക്കുന്ന വസ്ത്രം ഏതാണ്, ഏത് പാന്റ് ആണോ ഷർട്ട് ആണോ ടീഷർട്ട്സ് ആണോ, ഏത് കളറാണ്, എവിടെയാണ് അദ്ദേഹത്തെ ലാസ്റ്റ് കണ്ടത് എന്നുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് പറഞ്ഞു തരും അല്ലെ. Then notify SMA on call guest relation manager. SMA ആരാണ്? SMA സർവീസ് മാനേജ്മെന്റ് അസിസ്റ്റന്റ് എഴുതാട്ടോ. സർവീസ് മാനേജ്മെന്റ് അസിസ്റ്റന്റ്. നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞതിന് ശേഷം എത്രയും പെട്ടെന്ന് നമ്മൾ സർവീസ് മാനേജ്മെന്റ് അസിസ്റ്റൻസിനെ വിവരം അറിയിക്കുക, അല്ലെങ്കിൽ ഗസ്റ്റ് റിലേഷൻ മാനേജറിനെ വിവരം അറിയിക്കുക. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നോട്ടിഫൈ ദ പേഷ്യൻസ് അറ്റൻഡിംഗ് ഫിസിഷ്യൻ ആൻഡ് ഓർ സ്റ്റാഫ് ഓൺ കോൾ. ആ പേഷ്യന്റിനെ നോക്കിയ ഡോക്ടറെ വിവരം അറിയിക്കുക അല്ലെ. ഏത് പേഷ്യന്റ് ആണ്, ഏത് ഡോക്ടറെ ആണ് കണ്ടത് അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് വിവരം അറിയിക്കുക. ഏത് ഫിസിഷ്യൻ ആണെന്നുള്ള അദ്ദേഹത്തിന് വിവരം അറിയിക്കുക. നോട്ടിഫൈ ദ നഴ്സിംഗ് സൂപ്പർവൈസർ ഓൺ ഡ്യൂട്ടി. അന്ന് ഡ്യൂട്ടിയിലുള്ള സൂപ്പർവൈസറുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന ആൾ മിസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ ഡ്യൂട്ടിയിലുള്ള സൂപ്പർവൈസറിനെ വിവരം അറിയിക്കുക. അതിനുശേഷമാണ് നമ്മൾ ഫാമിലി മെമ്പേഴ്സിനെ അറിയിക്കേണ്ടത്. ഓക്കെ, നോട്ടിഫൈ ആസ് അപ്രോപ്രിയേറ്റ്, notify family as appropriate, and the nursing supervisor will contact administrator. Nursing supervisor ആണ് അഡ്മിനിസ്ട്രേറ്ററെ കോണ്ടാക്ട് ചെയ്യുന്നത്. അഡ്മിനിസ്ട്രേറ്റർ ആണ് ആരെ കോണ്ടാക്ട് ചെയ്യുന്നത്? പോലീസിനെ കോണ്ടാക്ട് ചെയ്യുന്നത് കേട്ടോ. നഴ്സിംഗ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേറ്ററിനെ വിളിച്ചു പറയുന്നു, അഡ്മിനിസ്ട്രേറ്റർ ആണ് പോലീസിനെ ഇൻഫോം ചെയ്യുന്നത്, പോലീസിന് ആ നോട്ടിഫിക്കേഷൻസ് കൊടുക്കുന്നത്. ഇന്ന പേഷ്യൻസ് ഇന്ന യൂണിറ്റിൽ നിന്ന് മിസ്സായിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻസ് പറയുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആണ് കേട്ടോ. ഓക്കെ, then social work nursing staff will assist the patient family. ഇനി ഇവിടെ സോഷ്യൽ വർക്കേഴ്സും നഴ്സിംഗിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മിസ്സായി പോയിരിക്കുന്ന പേഷ്യന്റിന്റെ ഫാമിലിയുടെ അവർക്ക് വേണ്ടി ഒരു ആശ്വാസമായിട്ട്, അല്ലെങ്കിൽ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്ന പോലെ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട അതായത് ഇപ്പോ ആ ഒരു സിറ്റുവേഷൻ തന്നെ ഒരു മകനാവാം, ആരെങ്കിലും മകനാവാം, ഹസ്ബൻഡ് ആവാം അല്ലെ, ബ്രദർ ആവാം, ആരെങ്കിലും ആവാം അല്ലെ, സിസ്റ്റർ ആവാം, ആരോ ആവാം. അപ്പൊ ആ ഒരു ഫാമിലി മെമ്പേഴ്സിന് വേണ്ട പരിഗണനയും ഒരു ആശ്വാസം കൊടുക്കുന്ന ഡ്യൂട്ടിയാണ് ആർക്ക്? സോഷ്യൽ വർക്കേഴ്സിന്, നഴ്സിംഗ് ടീമിന് ഉണ്ടാവുന്നത്. ഓക്കെ, അവരവരുടെ ഡ്യൂട്ടി അവിടെ ആ ഒരു സമയത്ത് കൈകാര്യം ചെയ്യും. പിന്നെ ആൻഡ് സ്റ്റാഫ് ഡ്യൂറിംഗ് ക്രൈസിസ്. ഓക്കെ, ഈ ഒരു ക്രൈസിസ് സിറ്റുവേഷൻസിൽ ഫാമിലിയുടെ കൂടെ നിന്ന് സപ്പോർട്ട് കൊടുക്കുക എന്നൊരു ഡ്യൂട്ടിയാണ് ആര് ചെയ്യുന്നത്? സോഷ്യൽ വർക്കേഴ്സും നഴ്സിംഗ് സ്റ്റാഫുകളും ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ലൊക്കേറ്റിംഗ് ദ പേഷ്യന്റ്, നോട്ടിഫൈ ദ ഇൻചാർജ് നഴ്സ്. ഇനി നമ്മൾ ആ പേഷ്യന്റിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ, ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം പിള്ളേരെ? നോട്ടിഫൈ ദ ഇൻചാർജ് നഴ്സ് ആൻഡ് ദ NSG, നഴ്സിംഗ് സോറി ഇവിടെ നഴ്സിംഗ് തന്നെയാണ് കേട്ടോ ഈ NSG എന്ന് കൊടുത്തിരിക്കുന്നത്. നഴ്സിംഗിന് ഷോർട്ട് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ പേഷ്യന്റിനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നഴ്സിംഗ് സൂപ്പർവൈസർ നമ്മൾ വിവരം അറിയിക്കുക. ദെൻ പേഷ്യന്റിന്റെ സ്റ്റാറ്റസ് നോക്കണം നമ്മൾ ആ സമയത്ത്. പേഷ്യന്റിന്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പേഷ്യന്റ് കോൺഷ്യസ് ആണോ, ഓക്കെ ആണോ, എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മുറിവുകളോ മറ്റെന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടോ, പേഷ്യന്റ് ഓക്കെ ആണോ എന്നുള്ള ഒരു സ്റ്റാറ്റസ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യും. അതിനുശേഷം നഴ്സിംഗ് സൂപ്പർവൈസർ വിൽ നോട്ടിഫൈ ദ അഡ്മിനിസ്ട്രേറ്റർ ഓൺ കോൾ റിഗാർഡിംഗ് ദ റിട്ടേൺ സ്റ്റാറ്റസ്. അപ്പോൾ നഴ്സിംഗ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേറ്ററെ കോൺടാക്ട് ചെയ്യണം.
പേഷ്യന്റ് തിരിച്ചെത്തിയിട്ടുണ്ട്, പേഷ്യൻസിന് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എന്താണെന്നുള്ളത് അഡ്മിനിസ്ട്രേറ്ററിനെ വിവരം അറിയിക്കേണ്ടതാണ്. അഡ്മിനിസ്ട്രേറ്ററിന് എന്താണ് then in-charge nurse will contact attending physician. In-charge nurseലുള്ള nurse ആരെ അറിയിക്കുന്നു? ഫിസിഷ്യൻ. ആ പേഷ്യന്റിനെ നോക്കിയ ഫിസിഷ്യനെ വിവരം അറിയിക്കുന്നു. then അതോടൊപ്പം തന്നെ എന്താണ് patient has returned to the unit. patient യൂണിറ്റിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്, പേഷ്യന്റിനെ കിട്ടിയിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻസ് അറിയിക്കുന്നു. then assess and document the patient status. പിന്നീട് ആ പേഷ്യന്റിന്റെ ഡോക്ടർ വന്ന ഫിസിഷ്യൻ വന്നതിന് ശേഷം പേഷ്യന്റ് ഓക്കെ ആണോ, പേഷ്യന്റിന്റെ കംപ്ലീറ്റ്ലി മെന്റൽ സ്റ്റാറ്റസ് മെഷർ ചെയ്യുന്നു. അതോടുകൂടിയാണ് എന്ത് ആ ഒരു കോഡ് അവസാനിപ്പിക്കുന്നത്. ഏത് കോഡാണ്? കോഡ് ബ്രൗൺ. ഓക്കെ. ചില കേസസിൽ പേഷ്യന്റിന് കിട്ടാറുണ്ട്, ചില കേസസിൽ എന്താണ് പേഷ്യൻസിനെ കിട്ടാറുണ്ട്, പോവാറുള്ള സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതായത് നമ്മള് തിരിച്ചു വരാതെ പോകുന്ന പേഷ്യൻസ് ഉണ്ട്. ചിലവരെന്താണ് ചിലപ്പോ അവർക്ക് ആവശ്യമുള്ള ഇപ്പൊ തട്ടിക്കൊണ്ടുപോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ, ജ്വല്ലറീസോ ഗോൾഡോ ക്യാഷോ അതൊക്കെ എടുത്തതിന് ശേഷം പേഷ്യൻസിനെ അവിടെ ചിലപ്പോൾ ഉപദ്രവിച്ച് അവിടെ ഇട്ടിട്ടുണ്ടാവും. ചിലവരെന്താണ് ഒന്നും ചെയ്യാതെയും പോവാറുണ്ട്, ചിലവര് അവരെ തന്നെ തട്ടിക്കൊണ്ട് പോവാറുണ്ട്. ഓക്കെ. അപ്പൊ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും എന്താണ് ഈ കോഡ് ബ്രൗൺ ആണ് ഇത്തരം അഡൽട്ട് പേഷ്യന്റ് മിസ്സിംഗ് ആവുന്ന സമയത്ത് നമ്മൾ പുറപ്പെടുവിക്കുന്നത്. ഓക്കെ. അതുകൂടി പറയണോ കോഡ് ബ്രൗൺ? വേണ്ട, മതിയായിരിക്കും. ആണോ? ബോറടിക്കുന്നുണ്ടാവും. കാര്യം മനസ്സിലായില്ല നിങ്ങൾക്ക്? എളുപ്പമല്ലേ ഇത് കോഡ്സ്? കോഡ് എളുപ്പമല്ലേ? നമുക്കൊന്നുകൂടി നോക്കാം കേട്ടോ. ഒന്നുകൂടി പറയണ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോവാം. കോഡ് റെഡ് എന്താണ്? ഫയർ ഓർ സ്മോക്ക്. ഓക്കെ. കോഡ് റെഡില് നിങ്ങൾ റേസ് പ്രോട്ടോകോൾ പഠിക്കണം കേട്ടോ. ഓക്കെ. റേസ് പ്രോട്ടോകോൾ പഠിക്കണം. റേസിൽ ഓരോ ലെറ്റേഴ്സും എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്ന് പഠിക്കാം. അതേപോലെ തന്നെ പാസില് ഓരോ ലെറ്റേഴ്സും P for pull, A for aim, and S for squeeze and S for sweep. സ്ക്വീസും സ്വീപ്പും ആണ് കേട്ടോ. ഇത് നോക്കാം. പിന്നെ ഓരോന്നിനും എമർജൻസി നമ്പേഴ്സ് നോക്കാം. കോഡ് പിങ്ക് എന്താണ്? ചൈൽഡ് മിസ്സിംഗ് ആണ് അല്ലെ? ഓക്കെ. ചൈൽഡ് മിസ്സിംഗ് എവിടെ നിന്നൊക്കെയാണ് ഉണ്ടാവുന്നത്? ഒന്ന് NICU, പിന്നെ ലേബർ റൂം അല്ലെങ്കിൽ വാർഡ്, അല്ലെങ്കിൽ പീഡിയാട്രിക് ഫ്ലോറിൽ നിന്ന്. അതിന്റെ സൂപ്പർവൈസിംഗ് നമ്പർ നോക്കാം കേട്ടോ. 1745 എന്ന നമ്പർ. പിന്നെ നമ്മൾ ഈ കുട്ടികളെയൊക്കെ എങ്ങനെയായിരിക്കും ഇത് കൊണ്ടുപോകുന്നത്? എങ്ങനെയുള്ള പാക്കേജസിലായിരിക്കും കുട്ടികളെ കൊണ്ടുപോകുന്നത്? ഒന്ന് ഡഫൽ ബാഗുകൾ അല്ലെ, അല്ലെങ്കിൽ പാക്കേജസില്, അല്ലെങ്കിൽ എന്താണ് കൺസീൽ ആൻ ഒബ്ജക്ട് അണ്ടർ ദെയർ ക്ലോത്തിങ് അല്ലെ, ക്ലോത്തിന്റെ ഉള്ളിൽ മറച്ചു വെച്ചിട്ടൊക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. ദെൻ കോഡ് ഓറഞ്ച് എന്താണ്? ഹസാർഡസ് മെറ്റീരിയൽ സ്കിൽസിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. ഓക്കെ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ICN ആണ്. ICN എന്താണ്? ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ്. ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ്. കോഡ് ബ്ലൂ കാർഡിയാക് അറസ്റ്റ്. ഓക്കെ. കോഡ് ബ്ലൂവിന്റെ ആ ഒരു നമ്പർ നോട്ട് ചെയ്യാം, 664. അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് പ്രോട്ടോകോൾ ഏതൊക്കെയാണ്? ഒന്ന് CPR, അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. ഈ രണ്ട് പ്രൊസീജിയേഴ്സ് ആണ് അവിടെ ആദ്യം ആരംഭിക്കുന്നത്. ഓക്കെ. പിന്നെ കോഡ് യെല്ലോ എന്താണ്? എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ആണ് അല്ലെ. കോഡ് യെല്ലോ എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ആണ്. Then കോഡ് വയലറ്റ്. കോഡ് വയലറ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യന്റ്. ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യന്റ്. പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ ഒരു കോഡ് വയലറ്റ് പുറപ്പെടുവിക്കുമ്പോൾ കോഡ് വയലറ്റ് should not be activated where a gun or weapon may be involved അല്ലെ. ഗണ്ണോ വെപ്പൺസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ആക്ടിവേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ. യെസ്. Then കോഡ് ബ്രൗൺ. കോഡ് ബ്രൗൺ എന്താണ്? An adult patient missing. Okay, an adult patient missing. പിന്നെ SMA പറഞ്ഞു നമ്മൾ. SMA ആരാണ്? സർവീസ് മാനേജ്മെന്റ് അസിസ്റ്റന്റ്. സർവീസ് മാനേജ്മെന്റ് അസിസ്റ്റന്റ്, SMA.
അത്രയും കാര്യങ്ങൾ അതിൽ നോക്കിയാൽ മതി കേട്ടോ. യെസ്, നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അടുത്ത ചാപ്റ്റർ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ്. ഞാൻ ഇപ്പോഴേ അഡ്വാൻസ് ആയിട്ട് പറയാണ്, കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായ ഒരു ചാപ്റ്റർ കേട്ടോ. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. മാക്സിമം നമുക്ക് നോക്കാം കേട്ടോ. മാക്സിമം നിങ്ങൾ കൂടി അത് സഹായിക്കണം എന്ന് പറയാണ്. കാരണം നമ്മൾ ഈ നോർമലി പറയുന്ന പോലെയല്ല, അതിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് ക്ലാസ്സിൽ കയറിയിരിക്കുക. പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന് അറ്റൻഡ് ചെയ്യാം ക്ലാസ് കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒന്നുമില്ല. ഓക്കെ, റെസ്പോൺസ് കോഴ്സുകളെല്ലാം പഠിക്കാം കേട്ടോ. ഓക്കെ, റെസ്പോൺസ് കോഴ്സിലെല്ലാം പഠിക്കാം കേട്ടോ. അപ്പൊ നന്നായിട്ട് ഇനി ഇനിയിപ്പോ എന്താണ് ക്ലാസ്? നെക്സ്റ്റ് ട്യൂസ്ഡേ ക്ലാസ് ഇല്ല അല്ലേ? വിജയദശമി ആയതുകൊണ്ട് പൂജയപ്പായിരിക്കുള്ളൂ അല്ലേ? കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് തേഴ്സ്ഡേ ആയിരിക്കും കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് തേഴ്സ്ഡേ നമുക്ക് മെറ്റീരിയൽസ് മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ വൈൻഡപ്പ് ചെയ്താലോ? Okay, thank you so much. Have a nice day. Bye. മൺഡേ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടോ? എന്റെ ക്ലാസ് കാര്യമാണ് പറഞ്ഞത്. കാരണം ഞാൻ നിങ്ങൾക്ക് ട്യൂസ്ഡേ തേഴ്സ്ഡേ അല്ലേ ഉള്ളത്. മൺഡേ നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. വൈകുന്നേരമാണ് പൂജ വയ്ക്കുന്നത്. ക്ലാസ് ഉണ്ടാവും. ഓക്കെ, ശരി, താങ്ക് യു. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ടെക്സ്റ്റ് പൂജ വെക്കണുണ്ടോ നിങ്ങള്? വെച്ചോളൂ, നല്ല കാര്യമല്ലേ. നല്ല മാർക്കോടെ പാസ്സാവാം എന്നൊരു വിശ്വാസമാണല്ലോ നമുക്ക്. ഓക്കെ, പഠിക്കാനുള്ളതാണ്. പൂജ വെച്ചാ പഠിക്കൂലടോ. നമ്മൾ ആ 2 ദിവസം ദുർഗാഷ്ടമിക്ക് നമ്മൾ പൂജ വെക്കും, വിജയദശമിക്കാണ് നമ്മൾ പുസ്തകം എടുക്കുന്നത്. ഇത്രയും പഠിക്കാൻ ആത്മാർത്ഥയുണ്ടോ? പഠിക്കണ്ടേ? ഞാൻ ചോദിക്കണം. അന്നെന്തോ നമുക്ക് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലെ? നമ്മൾ ചെറുപ്പത്തിലും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? പഠിക്കാൻ തോന്നും. ഓക്കെ, താങ്ക് യു. ശരി.